അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഒരു കുഞ്ഞ് ഈവനിങ് വ്ളോഗായിട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാ മുത്തുമണികൾക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് അടിക്കുക, ഫുള്ളായി കാണാം കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് 2 ദിവസം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രണ്ട് പറയുമ്പോൾ നമ്മളിങ്ങനെ സ്വന്തം വീടൊന്നും ഇല്ലല്ലോ, അപ്പോൾ ഓരോ ഇങ്ങനെ വാടക വീട് പോകുമ്പോൾ അവിടെ കണ്ട് പരിചയപ്പെട്ടവർ നമുക്ക് നമ്മുടെ ഫാമിലികളെക്കാട്ടി നല്ല അടുപ്പവും സുഹൃത്ത് ബന്ധവും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ കിട്ടിയൊരു നമ്മുടെ ഒരു ഇങ്ങനെ ഒരുമിച്ച് ആദ്യം ഇരുന്ന് അവിടെ ഒരുമിച്ചിരുന്നൊരു ഫ്രണ്ടാണ് കേട്ടോ. അങ്ങനെ ഇരുന്ന് നമ്മൾ ഫ്രണ്ടായതാണ്. അപ്പോൾ നല്ല എന്താ പറയുക, കൂടപ്പിറപ്പുള്ള പോലെ അങ്ങോട്ട് സ്നേഹം അങ്ങനെയൊക്കെ ഒരു ഇതാണ് കേട്ടോ. പിന്നെ അവൾ അങ്ങനെ നമ്മുടെ അവിടുന്ന് വേറൊരു സ്ഥലത്ത് പോയി. ഇപ്പോൾ ഞാൻ സ്ഥലം അന്ന് നോക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞില്ല, തോൽനൂർ. അപ്പോൾ അവിടെ കേട്ടോ, അവിടെ നിന്നാണ് അവൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവളുടെ ഭർത്താവ് അന്ന് ഞാൻ പറഞ്ഞില്ലേ കൈ വണ്ടി ഇതായിട്ട് ഹോസ്പിറ്റലാണ്. അപ്പോൾ അവൾ ഹോസ്പിറ്റലിലേക്ക് വന്നതാണ്. അപ്പോൾ ഞാനിരിക്കണ വീട് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ ജസ്റ്റ്. അപ്പോൾ അവൾ വന്നപ്പോൾ അവൾ വരുമ്പോൾ പഴം വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടികൾക്ക്. അപ്പോൾ അത് പച്ചയായിരുന്നു. അപ്പോൾ ഞാനത് പഴുക്കാൻ വെച്ചു. അപ്പോൾ ഇന്ന് കുറച്ച് കുട്ടികൾക്ക് അതുകൊണ്ട് പഴംപൊരി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ പഴംപൊരി ആകുമ്പോൾ അവർ കഴിക്കും, പഴമാകുമ്പോൾ അവർ കഴിച്ച് പകുതി അവിടെ ഇട്ടിട്ട് പോകും. അപ്പോൾ പഴംപൊരി ആകുമ്പോൾ കഴിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ആദ്യം ഞാൻ ചായ വെക്കുകയാണ്. അപ്പോൾ ഇതാ ഒരു പാക്കറ്റ് പാൽപ്പൊടി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വലിയ ഡപ്പയാണ്. അപ്പോൾ ഞാൻ പൊടി പാക്കറ്റുള്ളതുകൊണ്ട് ലേസം കട്ടൻ ചായ വെച്ചിട്ട് അതിൽ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ചായ ആദ്യം വേണമെന്ന് പറഞ്ഞപ്പോൾ റൈസ് കുട്ടിയും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ വണ്ടി കേട് വന്ന കാരണം സ്കൂളിലേക്കും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നേരായപ്പോൾ ഞാൻ ഫാത്തിമക്കുട്ടിനെ മാത്രം കൊണ്ടുവിട്ടു കേട്ടോ. അപ്പോൾ ഇവർക്ക് ഇവിടുന്ന് ദൂരം കൂടുതലായതുകൊണ്ട് 11 മണിയൊക്കെ ആയിക്കണം. അപ്പം എന്നാൽ ശരി ഇന്ന് പോകണ്ടെന്ന് വിചാരിച്ചു. ഇന്നത്തെ സ്കൂൾ അപ്പോൾ ഇതിൻ്റെ പോയിട്ടാണ്. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് നേരത്തെ പോകും വേണമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ശരി ഇന്ന് ഇരിക്കട്ടെ, പോകണില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിത് അവർക്കുള്ള ചായ ഉണ്ടാക്കട്ടെ. അപ്പോൾ ഞാൻ ചായ ആദ്യം കൊടുത്ത ശേഷം ചായ ചോദിച്ചാൽ പിന്നെ ചോദിച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ നമ്മുടെ റൈസ് കുട്ടിയൊക്കെ. അപ്പോൾ ആദ്യം അതൊന്ന് സെറ്റാക്കി കൊടുക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ അതാ ഞാൻ ചായയൊക്കെ റെഡിയാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റൈസ്കുട്ടിയും ഉണ്ട് ഒപ്പം. റൈസ്കുട്ടിക്ക് പിന്നെ ചായ എന്ന് പറഞ്ഞാൽ അപ്പം കിട്ടിയിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ വാശി, 4 വയസ്സായതുകൊണ്ട് ഭയങ്കര വാശിയാണ്. അപ്പോൾ രണ്ടാളും കൊച്ചു TV നോക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ. ഹണി ബണ്ണീൻ്റെ എന്തോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾ ഇടയിൽ വന്ന് ഗോസ്റ്റിയൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ പഴം പകുതി കഴിച്ച് പകുതി അവിടെ ഇട്ടു കേട്ടോ. പിന്നെ ഞാനതും ഒക്കെപ്പാടെ ചേർത്തിയിട്ട് നമ്മൾ പൊരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എനിക്കങ്ങനെ പഴംപൊരി ഉണ്ടാക്കണമെന്ന് അറിയില്ല. പിന്നെ ഞാൻ കുറേ ആയിട്ട് എണ്ണക്കടിയൊക്കെ ഉണ്ടാക്കി ടച്ച് വിട്ടുപോയി. അപ്പോൾ ഞാൻ ഗോതമ്പ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അത് മാത്രം ജസ്റ്റ് ഇത്തിരി എടുത്തൊന്ന് ഇളക്കിയിട്ടൊന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മൈദയൊക്കെ തീർന്നിരിക്കുകയാണ്. അരിപ്പൊടിയും ഗോതമ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ശരി എന്നാൽ ലേസം ഗോതമ്പ് പൊടിയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ലേസം അതിൽ കുറച്ച് പഞ്ചസാരയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് വെള്ളമൊക്കെ എടുത്ത് മിക്സാക്കി എടുക്കുക കേട്ടോ. ലേസമാണ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ നൈസായിട്ട് ഇങ്ങനെ, പക്ഷേ ഈ ഗോതമ്പ് മാവിൽ ഉണ്ടാക്കി അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. എനിക്ക് മൈദയിൽ ഉണ്ടാക്കുന്നത് ഇഷ്ടം. അപ്പോൾ എന്നാലും ഞാൻ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. കുറേ ആയിട്ടോ ഞാൻ കടികളൊക്കെ ഉണ്ടാക്കിയിട്ട്, എണ്ണക്കടി ഇപ്പോൾ അധികം ഉണ്ടാക്കലേ ഇല്ല. അപ്പോൾ എന്നാലും പഴം നോക്കുമ്പോൾ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ പഴം നല്ല പഴുത്തു കേട്ടോ. കൊണ്ടുവരുമ്പോൾ പച്ചയായിരുന്നു, ഇപ്പോൾ നല്ല പഴുത്തിട്ടുണ്ട്. വലിയ നല്ല വണ്ണമുള്ള പഴം കേട്ടോ. ഒരാൾക്ക് ഒന്നിൻ്റെ പകുതി കഴിച്ചാലേ തന്നെ മതിയാവും. അപ്പോൾ ഞാൻ പകുതി ഉണ്ടാക്കാം, പകുതി പിന്നെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ വെച്ചു കേട്ടോ. അപ്പോൾ അവർ പെട്ടെന്ന് അവളുടെ ഭർത്താവിൻ്റെ കൈ ഒന്ന് ഇതാക്കാൻ വേണ്ടി വന്നതായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ വന്ന് കുറേ നേരം ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാട്ടോ പോയത് വൈകുന്നേരത്ത്. അപ്പോൾ ഇനി ഞങ്ങളും അതിൻ്റെ വീടും നമ്മൾ സ്ഥലം നോക്കിയിട്ടുണ്ടല്ലോ ആ ഭാഗത്ത്. പിന്നെ അവിടെ വേറെ ഏതൊക്കെയോ സ്ഥലങ്ങൾ കാണാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പറ്റിയാൽ നമുക്ക് പോകണം, ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ട് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. പോകണമെന്ന് അവിടെ ഏതോ ഒരു കല്ലിൻ്റെ എന്തോ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് ഒരു പഴം 2 ആക്കാൻ നല്ല വണ്ണമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 3 ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ നമ്മുടെ പഴമൊക്കെ ഇതാ തൊലി കളഞ്ഞ് ഇനി വേഗം ഒന്ന് ഇപ്പോൾ റിൻഷിമോളും റിയാസ്ക്കും വരും കേട്ടോ വൈകിട്ട്. അപ്പോൾ അവർ വരുമ്പോഴത്തേനും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വീഡിയോ കുറച്ച് സ്പീഡാക്കിയിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഒരുപാട് ബോറടിച്ചും ലെങ്ത്തായി പോകും. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ഫുള്ളായി കാണാൻ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ കുറേ നേരം നിന്ന് ഒക്കെ ചെയ്തു.
മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് എണ്ണയിലിട്ട് ഒന്ന് പൊരിച്ചെടുത്താൽ മതി. പക്ഷെ നമ്മൾ എന്നാലും നമ്മുടെ ഒരു കടയിൽ നിന്ന് വാങ്ങുന്ന ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. അവർ പലതും ഇതാക്കിയിട്ട് നല്ല അടിപൊളിയായിട്ട് ഇതൊക്കെ ഉണ്ടാക്കുക. പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ കണാകുണാന്നൊക്കെ ആവും. പക്ഷെ അത്ര ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. എന്നാലും വൈകുന്നേരം ഒരു കടിയായി എന്ന് മാത്രം കേട്ടോ. പഴമുള്ളതുകൊണ്ട് ഉണ്ടാക്കി കേട്ടോ. ഞാൻ അധികം എണ്ണമെഴുക്കൊന്നും കുട്ടികൾക്ക് കൊടുക്കില്ല. പിന്നെ എപ്പോഴെങ്കിലും കടയിൽ കയറുമ്പോൾ ഒന്നിങ്ങനെ ചായ കുടിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ കയ്യിൽ നിന്ന് എണ്ണക്കുപ്പി അങ്ങനെ വഴുക്കി പോയി കേട്ടോ. എനിക്ക് ഈ എണ്ണക്കുപ്പി എടുക്കുമ്പോൾ ഭയങ്കര പേടിയാട്ടോ. അതിലൊഴിച്ചപ്പോൾ പെട്ടെന്ന് എനിക്കത് മിസ്സായി പോവുക. പിന്നെ എണ്ണ ഒഴിച്ച് നോക്കുമ്പോൾ നമ്മുടെ റൈസ് കുട്ടി മെല്ലെ മുകളിൽ കയറുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ പോയി ഒന്ന് ചെത്തട്ടതാണ്. ചക്കൻ വെറുതെ മുകളിൽ കയറുക കേട്ടോ. വീട്ടിലിരുന്ന് ആകെ പേടിയാണ്. സ്കൂളിലാകുമ്പോൾ പിന്നെ ഒരു 3 മണി വരെ നമുക്ക് പേടി ഉണ്ടാവില്ല. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ മുകളിൽ കയറും കേട്ടോ രണ്ടാളും. അപ്പോൾ ആ റിച്ചുകുട്ടി പറഞ്ഞ അവൻ മുകളിൽ കയറിക്കണമ്മ എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് വരട്ടാൻ വേണ്ടി പോയതാണ് കേട്ടോ. എനിക്ക് പേടിയാണ് അവൻ മുകളിൽ ഇങ്ങനെ. എനിക്കേ കയറുമ്പോൾ തല ഭയങ്കര ചുറ്റലും ഒരു ടെൻഷനാണ്. മുകളിൽ കയറിയാൽ വലിയ കത്തി കയറും, പക്ഷെ ഇറങ്ങാൻ നല്ല ടഫാട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ എന്താ പറയുക, സ്വന്തം വീടിനെക്കാട്ടി വാടക വീട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് കുറേ അയൽവാസികളെ കിട്ടും കേട്ടോ. ബന്ധുക്കാരനെക്കാട്ടി നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയുള്ള ആളുകളായിരിക്കും കൂടുതലായിട്ടും. നമുക്ക് സന്തോഷമാവും. കാരണം എല്ലാം പോണവിടെയൊക്കെ നമുക്ക് നമ്മുടെ ഒരു കൂട്ട് കിട്ടും. ഇപ്പോൾ ഇരിക്കണവിടെയും നമുക്ക് നല്ലൊരു ആളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. സ്നേഹമുള്ള ഒരു താത്താനെ കിട്ടിയിട്ടുണ്ട്. നല്ല സ്വഭാവമൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഒരു നേരം സംസാരിക്കാനും പിന്നെ വേറെ അധികം ആരുമില്ല കേട്ടോ. ഞാനും ആ താത്തയും മാത്രമേ ഉള്ളൂ. പിന്നെ അപ്പുറത്തൊന്നും ഒക്കെ വേറെ ആൾക്കാർ ആരും വരുമൊന്നുമില്ല കേട്ടോ സംസാരിക്കാനൊന്നും. അങ്ങനെ അവരാൻ്റെ ഇതൊന്നും. പക്ഷെ നമ്മുടെ ആദ്യം ഇരുന്നവിടെ അങ്ങനെയല്ല കേട്ടോ. ലൈനത്തെ എല്ലാവരും ഇടയ്ക്കൊക്കെ ഒന്നിങ്ങനെ വരും. പിന്നെ നമ്മുടെ ഷെയിലത്താത്താനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ വീഡിയോയിൽ എൻ്റെ വീഡിയോ കാണുന്ന ആളാണ്. കാണുകയാണെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ ഫോണ് കംപ്ലൈൻ്റ് ആയിട്ട് കാണുന്നില്ല എന്നൊക്കെ പറയേണ്ടത്. ഷെയിലത്താത്താക്ക് ഞാൻ വന്നതിലാണ് കേട്ടോ ഒരുപാട് മിസ്സിങ് ആയത്. അപ്പോൾ അവ എപ്പോഴും പറയും എന്താണ്, നീ ഇല്ലാത്തതന്നെ എൻ്റെ നടത്തമൊക്കെ നിന്ന് പോയി, ഞാൻ വണ്ണം വെച്ചു എന്നൊക്കെ പറയും. അപ്പോൾ ഞങ്ങളുണ്ടെങ്കിൽ ഞങ്ങളിങ്ങനെ നടക്കും കേട്ടോ. അധികം വൈകുന്നേരം പാടത്ത് പോകുമ്പോഴും. ഇപ്പൊക്കെ പാടം നല്ല വെയിലത്ത് നല്ല ഉണങ്ങിയിട്ടുണ്ടാകും. നെൽകൃഷിയൊക്കെ കൊയ്തിട്ടുണ്ടാവും. ഇനി ഒരു ദിവസം ഞാൻ വന്ന ശേഷം ആ ഭാഗത്തേക്ക് പോയിട്ടേ ഇല്ല കേട്ടോ. റിയാസ്ക്ക് പിന്നെ ഞങ്ങൾ കൂട്ടാക്കിയിട്ടേ ഇല്ല പോകാൻ. അങ്ങനെ വന്നതാണ്. പിന്നെ അപ്പം ഞാൻ അവിടെ പിന്നെ അധികം നമ്മൾ ആനോട് ടച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ വിഷമമൊന്നും തോന്നിയില്ല കേട്ടോ. ഷെയിൽത്താത്ത മാത്രമേ ഉള്ളൂ നമുക്കൊരു വൈകുന്നേരമായ ഒപ്പം നടക്കാൻ വരവും അങ്ങനെയൊക്കെ. അതിൻ്റെ ഒരു ഇതന്നെ ഉള്ളൂ, വേറൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഷെയിൽത്താത്ത വീഡിയോ കാണുന്നുണ്ടാവും. കാണുന്ന ഒരാളാണ്. അങ്ങനെ നല്ല രസമായിരുന്നു കേട്ടോ വൈകുന്നേരം അവിടെ. ഇവിടെ പറഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മുടെ പണി നമ്മുടെ കാര്യങ്ങൾ കണ്ടിട്ട് ഇങ്ങനെ പോകും. കുട്ടികളുള്ളതുകൊണ്ട് നേരം പോകും. പിന്നെ താഴെ അവരുള്ളപ്പോൾ ഒഴിഞ്ഞ സമയം ഞങ്ങളിങ്ങനെ സംസാരിക്കും. അല്ലാണ്ട് വേറെ അപ്പുറമൊന്നും ആരുമില്ല കേട്ടോ. പിന്നെ ഒരു വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. പിന്നെ അധികം ആരും ഇങ്ങോട്ട് വരില്ല. പിന്നെ നമ്മുടെ അവിടെ ഒരു ഓട്ട് പേരുണ്ടല്ലോ ഫ്രണ്ടിൽ, അത് ചിലപ്പോൾ ഇനി ആൾ വരും തോന്നുന്നു. അവരിന്ന് വൃത്തിയാക്കിയൊക്കെ ഇടുന്നു കണ്ടു. അങ്ങനെ നമ്മുടെ വർത്തമാനം പറഞ്ഞ് പഴംപൊരിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഞാൻ ഇനി അധികം നീട്ടണില്ല, വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ റെജിക്കുട്ടിനെ കൊണ്ട് അഭിപ്രായം ചോദിച്ചു എങ്ങനെ ഉണ്ട് ഉമ്മാൻ്റെ കടയെ ചോദിച്ചപ്പോൾ അവൾ നല്ല അഭിപ്രായമാണ് പറഞ്ഞ്. കുഴപ്പമൊന്നുമില്ല ഉമ്മ, നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാനും ഇരുന്നൊന്ന് റെസ്റ്റ് ചെയ്തൊന്ന് ഇരിക്കാമെന്ന് വിചാരിച്ചു. ഒരെണ്ണം എടുത്ത് കഴിച്ചു കേട്ടോ. ഞാൻ അധികം കഴിക്കില്ല, ഒരെണ്ണം തന്നെ കഴിക്കുള്ളൂ. ഒരു വൈകുന്നേരം സമയത്ത് ചായക്കൊരു എന്തെങ്കിലും ഒരു കടി അത്രേ ഉള്ളൂ. ഇനി റിയാസ്ക്ക് റിഞ്ചുമോൾ വന്നാൽ കൊടുക്കണം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ.